തുറന്ന് പ്രവർത്തിക്കുവാണെങ്കിൽ ഇതുപോലെയുള്ള കുഞ്ഞുങ്ങളെ അവിടെ കൊണ്ട് ഇട്ടോളിയല്ലേ. അപ്പം നമ്മൾക്ക് പിള്ളേരില്ലാത്ത എന്തോരം പേരുണ്ട്. പിഞ്ചു കുഞ്ഞുങ്ങളെ ദാരുണമായി കൊലപ്പെടുത്തുന്ന സംഭവങ്ങൾ കൊച്ചിയിൽ തുടർക്കഥയാവുകയാണ്. മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളെല്ലാവരും ചിന്തിച്ചിട്ടുണ്ടാകും, ഏതെങ്കിലും ഒരു അമ്മത്തൊട്ടിലിൽ ഉപേക്ഷിച്ചുകൂടായിരുന്നോ എന്ന്. കൊച്ചിയിലെ അത്തരമൊരു അമ്മത്തൊട്ടിലിന് മുന്നിലാണ് ഞാനിപ്പോഴുള്ളത്. കുഞ്ഞുങ്ങളെ സുരക്ഷിതമായി ഏൽപ്പിക്കാൻ എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഒരുക്കിയ ഈ ഹൈടെക് അമ്മത്തൊട്ടിൽ പക്ഷേ ഇപ്പോൾ പ്രവർത്തനരഹിതമാണ്. അതെ, ശരിയാണ്. ഞങ്ങളത് ഇതാക്കാൻ ഇപ്പൊ അവര് പറഞ്ഞുണ്ടാക്കിയേക്കണ എന്താ, സൂപ്രണ്ട് സെക്യൂരിറ്റിനെ നിർത്തിയിട്ടുണ്ടെന്നാ പറയണം. ഇതിങ്ങനെ പൂട്ടിയിട്ടതിന് ശേഷം അവിടെ മതിൽ ചാടിയിട്ട് ആ സിറ്റൗട്ടിൽ ഒരു കൊച്ചിനെ വെച്ചതാ പെരും മഴയത്ത്. അമ്മത്തൊട്ടിൽ ഇത് നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ലായിരുന്നു പ്രവർത്തിക്കുന്നതാന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇത്രയും ദിവസം ഇരുന്നത്. ഇതിപ്പോൾ ഇന്ന് ഇപ്പം കാണുന്നത് ഇങ്ങനെ പ്രവർത്തിക്കുന്നില്ല എന്നുള്ള ഇത്. കുഞ്ഞുങ്ങളെ സുരക്ഷിതമായി ഏൽപ്പിച്ചു പോകാനുള്ള അമ്മത്തൊട്ടിലിന് മുന്നിൽ ഇപ്പോൾ ആശുപത്രിയിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ അവശിഷ്ടങ്ങളാണ്. അമ്മത്തൊട്ടിലിലെ സെൻസർ കേടായതാണെന്നും ഇത് ശരിയാക്കാൻ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണെന്നാണ് ശിശുക്ഷേമ അധികൃതർ പറയുന്നത്. ഒരു കുഞ്ഞിനു വേണ്ടി വർഷങ്ങളായി പ്രാർത്ഥനയും ചികിത്സയുമായി കഴിയുന്ന ഏതെങ്കിലും ഒരു അമ്മയുടെ മുഖത്തെ ചിരി തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമായിരുന്ന അമ്മത്തൊട്ടിലാണ് ഇവിടെ പൂട്ടിക്കിടക്കുന്നത്. ഒരു പിഞ്ചു ജീവനെങ്കിലും പിടിച്ചു നിർത്താൻ ഈ അമ്മത്തൊട്ടിലിന് കഴിയുമായിരുന്നു.